കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ക്രമക്കേട് നടന്ന തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ വലിയ പ്രതിസന്ധിയിലാണ്. ബാങ്കിൽ ക്രമക്കേട് നടന്നതോടെ RBI ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല. മാസങ്ങളായി പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി സാരംഗ് PS ആണ് തൃശൂരിൽ നിന്ന് ചേർന്നത്. സാരംഗ്, നമുക്കറിയാം കോഴിക്കോട് സമാനമായിട്ടൊരു നില കടത്തനാടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ നിക്ഷേപ തട്ടിപ്പ് നടന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു സമാനമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ തൃശ്ശൂരിലും നേരിടുന്നത്. നിക്ഷേപകരൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നു. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭരണസമിതിയിലുള്ള എല്ലാ ബാങ്കുകളിലും കണ്ടുവരുന്ന ക്രമക്കേട് തന്നെയാണ് ഇവിടെയും കണ്ടുവന്നിട്ടുള്ളത്. 2025 കേസിന് ആസ്പദമായ സംഭവം. അവിടുത്തെ ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ആയിരുന്നു അന്ന് ഈ ബാങ്ക് ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റ് സഹകരണ ബാങ്ക് അതിൻ്റെ ചെയർമാൻ അദ്ദേഹമായിരുന്നു, MP ജാക്സൺ ആയിരുന്നു. എന്നാൽ ഈ വഴിവിട്ട രീതിയിലുള്ള വായ്പ നൽകലും മറ്റ് സാമ്പത്തിക തിരിമറികളും ഉൾപ്പെടെ ബാങ്കിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി. ഏതാണ്ട് 400 കോടിയോളം രൂപയുടെ കടം ബാങ്കിന് നിലവിൽ വന്നു. ഇതോടെ RBI ഒരു അന്വേഷണം നടത്തുകയും ഈ ക്രമക്കേട് കണ്ടെത്തുകയും തുടർന്ന് RBIയുടെ നേതൃത്വത്തിൽ അവിടെ ഭരണം കൊണ്ടുവരികയുമായിരുന്നു. ഈ MP ജാക്സൺ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് RBI ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം തുടരുകയായിരുന്നു. ഇതോടുകൂടി ഈ RBI പലതരത്തിലുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതായത് പലർക്കും ഈ നിക്ഷേപം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, പലരും ഇത്തരത്തിൽ തുക നിക്ഷേപിക്കുന്നത് മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, വീട് നിർമ്മാണം തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊക്കെ പണം സമ്പാദിച്ച് അവിടെ നിക്ഷേപിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു ഭീകരമായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ ബാങ്കിലേക്ക് എത്തി വലിയ രീതിയിൽ പ്രതിഷേധം തീർത്തത്. എല്ലാവരും വലിയ സങ്കടത്തിലാണ്. കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കാൻ നോക്കുമ്പോൾ ഈ ബാങ്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം പണം പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി. ഈ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനുമാണ് RBI നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഏതാണ്ട് 5-6 മാസത്തിലധികമായി ഇപ്പോഴും ആ നിയന്ത്രണം തുടരുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ നിയന്ത്രണം 1 വർഷത്തേക്ക് അല്ലെങ്കിൽ അതിലപ്പുറം വർഷത്തേക്ക് നീട്ടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക്, അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ പണം പിൻവലിക്കാൻ ഈ നിക്ഷേപകർക്ക് യാതൊരു വിധത്തിലും സാധിക്കില്ല എന്നുള്ളതാണ്. പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വലിയ രോഗത്തിനുള്ള ചികിത്സകൾ തേടുന്നവരുണ്ട് കുടുംബത്തിൽ, മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം നീക്കിവെച്ച അല്ലെങ്കിൽ നിക്ഷേപിച്ച ആളുകളാണ് ഇവരൊക്കെ തന്നെയും. ഇവർക്ക് ഇപ്പോൾ യാതൊരു വിധത്തിലും ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ പണം പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർമാനായിട്ടുള്ള MP ജാക്സൺ ആയിരുന്നു അന്ന് അതിൻ്റെ ഈ ചെയർമാനായിരുന്നത്. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ, അതായത് ചെറിയ ഈട് നൽകിക്കൊണ്ട് വലിയ തുക വായ്പയായി നൽകിയതാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണം. അതോടൊപ്പം തന്നെ വഴിവിട്ട രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ അനുയായികൾക്കും തോന്നുംപടി ഈ വായ്പകൾ നൽകി. അതോടുകൂടി ബാങ്ക് വലിയ കടക്കണിയിലാകുകയായിരുന്നു. പിന്നീട് അതിൻ്റെ അന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ നിക്ഷേപകരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ പണം യാതൊരു വിധത്തിലും ഇവർക്ക് പിൻവലിക്കാൻ കഴിയുന്നില്ല. പലരും ആത്മഹത്യയുടെ വക്കിലടക്കം എത്തി നിൽക്കുകയാണ്. നിരവധി ആവശ്യങ്ങളുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇത്തരത്തിൽ ഈ സഹകരണ ബാങ്കുകളിലൊക്കെ പണം നിക്ഷേപിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഭരണസമിതിയുള്ള എല്ലാ ബാങ്കുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ നടത്തിയത്. ഇനിയും ഈ അടിയന്തരമായിട്ട് നടപടിയെടുത്ത് ഈ തുക അവർക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യം. വലിയ പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷയ്.